ജെസ്സി ആണെങ്കിലും ജാനു ആണെങ്കിലും കുന്ദവി ആണെങ്കിലും ആള് ഒന്നാണ്. എപ്പോഴും എന്താ പറയാ, എപ്പോ കാണുമ്പോഴും ദ ഓൾ ടൈം ചാമിങ്, ദ മാജിക്, ദ മ്യൂസ്, ദ മെലഡി. നമുക്ക് ഒരുമിച്ച് ഗംഭീരമായുള്ള കൈയ്യത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Welcome now, welcome to Trivandrum. So we have our Renacom sales head Akshay sir to welcome her. We are out of words actually. എനിക്ക് നിങ്ങൾ പാക്കുമ്പോൾ തമിഴ് ഹിന്ദി തെലുങ്ക് എല്ലാമേ വരുന്നുണ്ട്. അவ்வளோ അഴകാണ്. So for us Malayalis, this is absolutely, it's a pleasure to have you here, ma'am. Trivandrum. We welcome you all with lots of love. So you are in Kerala right now, in Trivandrum, and there are many young children and guys here who have a secret crush on you, right? Can we show them love to the show? And we can have a huge round of applause. Yes. And one more big banner movie, one more time working with Maniratnam sir. So what do you have to tell to the people of Trivandrum? Hi Trivandrum. So good to Tamil puriyuna Tamilye பேசுங்க. I mean கண்டிப்பா புரியணும், நீங்க நம்ம படங்கள் பார்க்குறீங்க. ஸோ எனக்கு ரொம்ப சந்தோஷமா இருக்கு. லாஸ்ட் டைம் உங்க எல்லாரையும் நான் பிஎஸ் டைம்ல மீட் பண்ணேன். அதே அன்பு, அதே எனர்ஜி, எப்படி always a pleasure to come here, and thank you for the warm welcome. Thank you. ആരാധകരെ നമുക്കറിയാം, സൂപ്പർ താരങ്ങളെ ആരാധിക്കുന്ന ആരാധകരെ നമുക്കറിയാം. എന്നാൽ താരങ്ങളും സൂപ്പർ താരങ്ങളും നമ്മളും എല്ലാവരും കൂടെ ആരാധിക്കുന്ന ഒരു മഹാനടൻ, ഒരേ ഒരു മഹാനടൻ. കാലം വീണ്ടും മാറും, സൈക്കിൾ മാറിക്കൊണ്ടേയിരിക്കും, പുതിയ താരങ്ങൾ വരും, പുതിയ സൂപ്പർ താരങ്ങൾ വരും. പക്ഷേ ഈ വിണ്ടിൽ ഇനി അങ്ങനെ ഒരു മഹാനടൻ ഉണ്ടാകില്ല എന്നുള്ളത് നിസ്സംശയം നിങ്ങളുടെ മുന്നിൽ പറയാം. Ladies and gentlemen, boys and girls, all film fashionables of all ages, he's a hero, he's a villain, he's a thug. Put your hands together to welcome the Sakala Kalla Ballavan, the warrior Vishal, his name is Santa Kamal Hassan Superstars. Gambhirമായ കൈയടി, the last of the biggest superstars, Papa Vishal Kamal Hassan sir. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു 7 വയസ്സാണ്. അപ്പോൾ സേതു സാർ എന്നെ ഇവിടെ തിരുവനന്തപുരത്തും ഇവിടെ വർക്കലയിലും ഷൂട്ടിങ്ങില്ല. അപ്പോൾ ഞാൻ മലയാളിയായിട്ട് മാറാൻ തുടങ്ങിയ സമയമാണ് 7 വയസ്സ്. പിന്നെ അതിന് ഒരു 8-9 വർഷം കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരത്ത് മെറിലാൻഡ് സ്റ്റുഡിയോയിൽ ഒരു സ്മാൾ ടെക്നീഷ്യനായിട്ട് ചെറിയ വേഷങ്ങൾ. ഇപ്പോൾ ജോജു പറയുന്നത് എനിക്കും മനസ്സിലാവുന്നത്, എന്നെയും അങ്ങനെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. അത് ജീജോവും വിട്ടുപോയില്ല, ഞാനും വിട്ടുപോയില്ല. അങ്ങനെ വിടാതെ പ്രയത്നിക്കുന്നവർ എത്തും ഇവിടെ. ഇപ്പോ ഐ ഹവ് കം വിത്ത് തഗ് ലൈഫ്. ഇന്ന് രാവിലെ CM പറഞ്ഞു, കമലഹാസനെ എപ്പോഴും ഇവിടെ വീടുണ്ട്. അതിനേക്കാളും എന്താ വേണ്ടത്? കളക്ഷൻ താങ്കൾ നോക്കിക്കോളും. ഇത് കിട്ടാൻ വഴിയില്ല, അത് വലിയ കാര്യമാണ്. എനിക്കും ജോജോ പോലെ കരയണം തോന്നി, പക്ഷെ ഒരുപാട് കറങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇപ്പോഴും ഉപദ്രവിക്കാറുണ്ട്, ചിരിയല്ലാതെ വേറെ എന്താ പറയാ. എന്നെ മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളോട് എനിക്കുള്ള സ്നേഹം മനസ്സിലാവും.
ആ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ എന്നും ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കച്ചവടം വളരെ കഷ്ടമാണ്. ഓരോ പ്രാവശ്യവും എന്തെങ്കിലും പുതിയതായിട്ട് ചിന്തിക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ 1 കോടി പേരുണ്ട്. അവരെല്ലാം 4 സ്റ്റേറ്റിൽ ചെതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് നന്നായി എല്ലാവരും തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നാൽ ഞാൻ അവിടെ റിട്ടയർഡ് അബൌട്ട് 30 years ബാക്ക്. അത് നടക്കാതെ സൂക്ഷിച്ചത്, സംരക്ഷിച്ചത് ഇതുപോലുള്ള ആഡിയൻസാണ്. പൈസയുടെ കാര്യം വേറെ, അതുണ്ടാക്കാം. ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് കിട്ടില്ല. അത് എപ്പോഴും എനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ 4 states ഓഫ് ദ സൗത്ത്. പലപ്പോഴും അവിടെ നോർത്തിൽ പോയി കളിച്ചിട്ടുണ്ട്. ബട്ട് ഹിയർ ഇസ് മൈ ഹോം. Beyond the Vidyas. Like Ram, they sent me back here. We'll go back there. ഇത് നമ്മുടെ ദേശമാണ്. ഇതും എൻ്റെ നാടാണ്, എൻ്റെയും കേരളമാണ്. You have forgiven all my small or big errors and always taken me back. I'm ever grateful. അതിന് നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല. This is what we give for you. Because you have supported good cinema. The whole nation knows that Kerala supports good cinema. ബംഗാളി സിനിമയുടെ കയ്യിൽ നിന്ന് ആ റൗണ്ട് ട്രോഫി പറിച്ചെടുത്തത് കേരളമാണ്. അതൊരു റോളിംഗ് ട്രോഫിയാണ്. തമിഴ്നാട് ഇസ് ഓൾസോ ലുക്കിംഗ് അറ്റ് ദാറ്റ് ട്രോഫി. വേഗം കിട്ടട്ടെ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് മൈ, ഐ ഡോണ്ട് പ്രേ, ഐ വിഷ്. ആൻഡ് ഐ വിഷ് ദാറ്റ് this parochial borders can be made to disappear with art. The art that we saw on stage today and the art that you're going to see on your screens, on June 5th, all that. Please support good cinema. I don't have to tell you that. At least teach people. You are already doing that. Do more of your teaching so that it's not only we that have to learn to love and appreciate cinema. It's very important that you love and appreciate the same kind of cinema that we appreciate. When that happens, we are the largest filmmaking country in the world. And all that number should turn to quality. അത് തുടങ്ങി വെച്ചു കേരളം. In today's day, you have many leaders in cinema, and you even have political leaders who I admire. When I wanted to get into politics, I came here. They asked me, why did you come here? I said, പഠിക്കാൻ. പഠിച്ചു. അതുകൊണ്ടാണ് ആ തമിഴിൽ പറഞ്ഞ அந்த களத்தில் நான் இன்றும் நின்று கொண்டிருக்கிறேன். அந்த பாடம் எனக்கு தமிழகத்தில் மட்டுமல்ல, கேரளத்திலும் ஆந்திரத்திலும் கிடைத்தது. என்னை தோளில் தூக்கி பிடித்து அந்த ஒரு சின்ன பையன் பாட்டு பாடிருந்தாங்க. அந்த அந்த வயசுல இருந்து என்ன தோளில் இருந்து இறக்கவே இல்லை. நீங்க வெயிட் கூடிடுச்சுங்க, வேண்டாம் சுமக்காதீங்கன்னா இன்னும் 4 பேர் வரோம், நீங்க அங்கே இருக்கன்னு என்ன தூக்கி வச்சிருக்கீங்க. அது எனக்கு தெரியுது. நான் கொஞ்சம் இறங்கி அடுத்த நடிகை ஏதாவது வருவான், நம்ம எல்லாரும் சேர்ந்து அவனை தூக்குவோம். நானே மேலே உட்காந்துருக்க கூடாதுன்னு நினைக்கிறவன் தான். ஏன்னா ஜெயகாந்தன் சொல்லியிருக்காரு,
எவரெஸ்ட் மலை ஏறிட்டா அது உச்சியை பிடிச்சிட்டு தொங்கக்கூடாது, இறங்கிடணும். அது ஒரு சாதனை. ஓகே, அடுத்த இடம் இவ்வளவுதான் இருக்கும் பீக்குன்னு சொல்ற இடத்துல. அதுல அடுத்து வர 100 பேருக்கு இடம் கிடையாது. இறங்கு, நான் இறங்க தயார். ஆனா ஒரு 10 பேரை அங்க கொண்டு நிறுத்தாம நான் இறங்க மாட்டேன். எனக்கு அடுத்து வர தலைமுறையில் என்னை விட சிறந்த 4 நடிகர்களையாவது உங்களுக்கு அடையாளம் காட்டிவிட்டுத்தான் நான் செல்வேன். இது என்னை அடையாளம் கொண்ட 4 வயசுல இருந்து 18 வயசு வரணும் என்னை அடையாளம் காட்டிக்கொண்டே இருந்த என் குருமார்களுக்கு நான் தரும் குரு தட்சணை. அதுக்கெல்லாம் காசு கொடுத்த டியூஷன் வேணும். இதெல்லாம் இன்ஜினியரிங் காலேஜ், இது கலை. இதை மதிக்கிறவனுக்கு காசு வந்து குவியும், மதிக்காதவனுக்கு குவியும். ஆனால் அதை விட பெரிய சேஃப்டி ஒரு ஆஸ்பத்திரி. நான் துவண்டால் என்னை தூக்கி பிடிக்க நர்சஸ் இங்கே நிறைய பேர் இருக்காங்க. எப்பவுமே கேரளாவில் நர்சஸ் ஜாஸ்தி. கேரளாவில் இருந்துதான் நர்ஸே எடுப்பாங்க மற்ற ஆஸ்பத்திரிக்கு. எனக்கும் அந்த மாதிரி என் கலைக்கும் நர்சிங் ஸ்டார்டட் ஹியர். I am ever grateful. I don't talk to them. ഇവിടെ ട്രിവാൻഡ്രത്തിലുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാമെന്നുള്ളത് ഇല്ല. I have always spoken in Hyderabad, Bombay, തമിഴ്നാട്, എല്ലാ സ്ഥലത്തും ഈ നന്ദി അവിടെ പറഞ്ഞിട്ട് I will never forget Bharatanagar. And I will never forget Sedu sir. They were all treating me like they were equal. അത് കിട്ടുമോ? എനിക്ക് കിട്ടില്ല. അത് മാത്രമാണ് എൻ്റെ ഗർവം. അതല്ലാതെ വേറെ ഒന്നുമില്ല. അത് ശാശ്വതമില്ല. ഈ അപ്വാസ് ഞങ്ങൾ കേൾക്കാം. അത് എനിക്ക് മാത്രം വിധിച്ചതല്ല, മറ്റുള്ളവർക്കും അത് കിട്ടും. അപ്പോൾ അശൂവയില്ലാതെ ആ അപ്ലാസിൽ ഞാനും കടക്കണം. അതാണ് എൻ്റെ കൈകൊണ്ടിരിക്കുന്നത്. It is not a PR job. I'm truly a film buff. So is this man, Mani Ratnam. We met as friends, and now they are calling us big names. But we know the boys inside. Yes. Grey and male pattern alopecia doesn't make us into wise men. We are still cinema buffs, and we'll still continue to be so, and continue to gather a crowd who love the kind of cinema that I love, he loves, we love. This is one such cinema. ഇതുവരെ കഥ പറയാം. We'll come again to celebrate what you have done to our art. Thank you. വിളിക്കാൻ പോകുന്ന ആളെ പറഞ്ഞത് ഒരു ചെറിയൊരു കഥ ഞാനത് കമൽ സാറിന് പറയാം. കമൽ സാർ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ ഒരു ഷോ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അന്ന് എന്നോട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എടാ എത്ര വർഷമായി സിനിമയിൽ, 10-15-20 വർഷമായി ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത് ഒന്നും നടക്കുന്നില്ല, വലിയ സംഭവങ്ങൾ വരുന്നില്ല, എല്ലാവരും ലാഡർ ക്ലൈംബ് ചെയ്ത് വലിയ ലെവലിലേക്ക് പോകുന്നു, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, ഐ നീഡ് ടു ഡു സംതിങ്. ഒരു ഭയങ്കരമായിട്ടൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, പേഷ്യൻസ്. ഇനി അടുത്ത 5 വർഷത്തിൽ ഞാനൊരു വലിയ നടനാവോ എന്നറിയില്ല, നല്ല അവസരങ്ങൾ വരുമോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ നിന്ന ഒരു നടൻ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു, ഇന്നൊരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇന്ന് അദ്ദേഹം വേദി പങ്കിടുന്നത് the one and only legendary കമൽ ഹസൻ സാറിന്റെ കൂടെ. സിനിമയുടെ പേര് തഗ് ലൈഫ്, നായകന്റെ പേര് കമൽ ഹസൻ, ഞാൻ പറഞ്ഞ നായകന്റെ പേര് ജോ. ഒരു സാധാരണ സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഈ ചെയ്യുന്ന one of the main most സിനിമയിലെ തന്നെ one of the major കഥാപാത്രത്തോടുകൂടി മൂവി പ്രൊമോഷൻസിലേക്ക് ജോലി ചെയ്തതിന് ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം.
ഞാൻ നിങ്ങളിൽ ഒരാളാണെന്ന് പറയാം. സംഭവം ഇതൊരു കുളിര് പോരുന്ന പരിപാടിയാണ്. കാരണം നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ പൊക്കി പറയാ, നമ്മുടെ ജീവിതം പറയാ, അത് കേൾക്കുക, അത് ആരംഭത്തിൽ വെച്ചാ കമൽ സാർ ഇത് എന്താ പറയാ, എനിക്ക് നമ്മള് കല്യാണത്തിൽ നിന്ന് നമ്മളൊരു ഉത്സവ കമ്മിറ്റി ഉണ്ടാവില്ലേ, കല്യാണത്തിന് തലേ ദിവസം കൂടുന്നൊരു കമ്മിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ മോളായിരിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ സിനിമ റിലീസാവും. ഈ തക്ലൈഫ് റിലീസിന് മുമ്പുള്ള എൻ്റെ ഒരു ഈ ഗ്യാതറിങ്ങും കാര്യങ്ങളെല്ലാം ഒരുപാട് സന്തോഷമാണ്. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം, അംഗീകാരം, എന്താ പറയുക, ഭയങ്കര സന്തോഷം, സ്നേഹം. താങ്ക് യു സോ മച്ച് കമൽ സാർ. ഞാൻ എന്താ സാറിനോട് പറഞ്ഞതല്ല, കാരണം ഞാൻ ഒരു 125ഓളം ചെറിയ വേഷങ്ങൾ തുടങ്ങി 125ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ എപ്പോഴും നമുക്ക് അഭിനയിച്ച് ശരിയാവാതെയാണ് ഞാൻ തുടങ്ങിയത്. പഠിച്ച് 2010 ആദ്യമായിട്ട് നിനക്കത് ട്രൈ ചെയ്യാമെന്നൊരാൾ പറയുന്നത്. 2013 ഒരു ക്യാരക്ടർ കിട്ടി. 2018 ജോസഫ് എന്നുള്ളൊരു സിനിമ സംഭവിച്ചു. പിന്നെ കഴിഞ്ഞ വർഷം പണി എന്നുള്ളൊരു പടം ഡയറക്ട് ചെയ്തു. പക്ഷേ ഞാൻ തുറന്നു പറയാം, നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്നോട് ആരെങ്കിലും കൊള്ളാടാന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമല്ല, പക്ഷെ ഒരു അപ്രീസിയേഷൻ കിട്ടണമെന്ന് കൊതിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആഗ്രഹിച്ചെങ്കിൽ കിട്ടാതിരുന്നപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ മനസ്സിന് മുറിവുണ്ടായിട്ടുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് അതെൻ്റെ മനസ്സ് നിറഞ്ഞു, പൂർണ്ണമായി ഞാൻ സന്തോഷവാനായി. അത് കമൽ സാർ എനിക്ക് തന്ന ബ്ലെസ്സിങ്ങാണ്. ഒരു ചെറിയ വാക്കാണ്, എൻ്റെ പോലെ വളർന്നു വരുന്ന കലാകാരന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണ്, നീ നല്ലൊരു നടനായിരുന്നു. അത് ചെറിയ വാക്കല്ല, ആര് പറയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അത് ഒരുപാട് പേര് പറഞ്ഞു, മലയാളികളായിട്ടുള്ളവർക്ക് അഭിമാനം തോന്നിയത്. ഞാനൊരു മലയാളിയാണ്. ആ മലയാളികളുടെ കൂടെ എല്ലാവരോടും ചേർന്ന് താങ്ക് യു പറയുന്നു. വളർന്നു വരുന്ന കലാകാരന്മാരോട്, സീനിയേഴ്സ് കാണിക്കുന്ന ഈ ഒരു സ്നേഹം എന്നും നമ്മുടെ മലയാള സിനിമയിൽ, ലോക സിനിമയിൽ തന്നെ നിലനിൽക്കട്ടെ. ഇതൊരു എനിക്ക് കിട്ടിയൊരു അനുഗ്രഹവും അതിന് സന്തോഷവും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. താങ്ക് യു സോ മച്ച്. തന്നെ വെരുമാണ്ടി എന്ന സിനിമയിലൂടെ നമ്മുടെ പ്രിയ താരമായി മാറിയ നായിക അഭിരാമി. Can we have actress Abhirami on the stage, please? നമ്മുടെ തിരുവനന്തപുരത്തിലെ ക്രൈസ്റ്റ് നഗർ സ്കൂളിലും ഭാരതീയ വിദ്യാഭവനിലും വാരിയസ് കോളേജിലൊക്കെ പഠിച്ച് വളർന്ന് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ one of the biggest filmsലെ ഒരു important characterമായി അഭിരാമിയെ തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് വെൽക്കം ഹോം. രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാല് കമൽ സാറിന്റെ ഗുണ എന്ന സിനിമയിലെ അഭിരാമി എന്ന പേരിലെ ക്യാരക്ടർ വെച്ചിട്ടാണ് അഭിരാമിയുടെ പേര് തന്നെ വന്നിരിക്കുന്ന ഒരു കഥ കൂടിയാണ് അല്ല. എന്ത് തോന്നുന്നു, ഇത് വീട്ടിലേക്ക് വന്ന പോലെയാണ്. സ്പെഷ്യൽ വെൽക്കം ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഈ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോ തിരിച്ച് വീട്ടിൽ വന്ന് ആദ്യം അന്വേഷിക്കുന്ന അമ്മേനെയാണ് അല്ലെ. അമ്മ എവിടെയെന്നുള്ളൊരു ചോദ്യമാണ്. സോ ഒരുപാട് ഇൻഡസ്ട്രിയിലൊക്കെ പോയി ഒരുപാട് സിനിമകൾ വലിയ വലിയ ആൾക്കാരോട് ചെയ്ത് തിരിച്ച് വീട് ഈ അമ്മയുടെ അടുത്ത് വരുമ്പോ എന്താണ് തിരുവനന്തപുരത്തോട് പറയാനുള്ളത്? ഞാൻ അതിനാണ് പറയാൻ ഉദ്ദേശിച്ചത്. ദയവേത് എൻ്റെ ഒരു വെൽക്കം പറയരുത്. ബിക്കോസ് ഇത് എൻ്റെ നാടാണ്, ഞാൻ ജനിച്ച് വളർന്ന തിരുവനന്തപുരമാണ്. ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് പോലെ തന്നെയാണ്. ഞാൻ ഈ കനൽക്കുന്നിലൊക്കെ കളിച്ചു വളർന്ന് നടന്ന ആളാണ്. ഞാൻ കവടിയാറിലാണ് വളർന്നത്. സോ ഡെയിലി അച്ഛനും അമ്മയും എന്നെ എണീപ്പിച്ച് ഇവിടെ വാക്കിങ്ങിനൊക്കെ കൊണ്ടുവരും. ഈ വേദിയിൽ തന്നെ ഞാൻ പല പ്രാവശ്യവും ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. ഇൻഫാക്ട് അതിനെല്ലാം ഉപരി ഞാൻ ഇന്ന് ഒരു അഭിനേത്രിയായിട്ട് ഇവിടെ നിൽക്കുന്നതിനും തിരുവനന്തപുരത്തിനും മലയാളികൾക്കും വലിയൊരു പങ്കുണ്ട്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഈ വളർച്ചയ്ക്ക് നിങ്ങളില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സോ അതിന് ഫസ്റ്റ് നന്ദി നിങ്ങളുടെ അടുത്ത് തന്നെയാണ് പറയേണ്ടത്, എൻ്റെ മലയാളികളുടെ അടുത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. Rajkamal Films International with Madras Talkies presenting you Thug Life. കേരളത്തിലേക്ക് Thug Life എത്തിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. ത്രൂ ഡ്രീം ബിഗ് ഫോളോ ചെയ്ത് സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. And look what a coincidence. And the Kamal sir and Gokulam Gopalan sir, they also knew each other for a long time. So this is a circle, sir. This is a circle. And Sri Gokulam Gopalan sir is welcome to and I kindly welcome Parvati Nair, the programming head of Red FM Trivandrum. Welcoming you to Kerala, sir, to Trivandrum, sir.
കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഹഗ് ലൈഫ് എന്ന മൂവി എന്താണ് പറയാനുള്ളത്? പ്രിയമുള്ള കലാസുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തൊരു വലിയ സന്തോഷകരമായ മുഹൂർത്തമാണ്. കാരണം ഏറ്റവും നല്ല സിനിമകൾ, അത് തമിഴോ ഏത് ഭാഷയായാലും കണ്ട് ശ്രമിക്കാനുള്ള, കണ്ട് രസിക്കാനുള്ള നല്ല കലാപരമുള്ള അവരാണ് മലയാളികൾ. മലയാളികളുടെ ആസ്വാദന രീതി വേറെയാണ്. അവരൊക്കെ എന്താണ് യാത്രയുടെ മൂല്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല സിനിമകൾ ആസ്വദിക്കുന്ന മലയാളികളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളും ഈ കമലഹാസനെ പോലെയുള്ള മഹാരഥന്മാരുടെ സിനിമകൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഈ സിനിമയിലെ പ്രത്യേകതകളുണ്ട്. കാരണം ഇത് മണിരത്നത്തിൻ്റെ ഡയറക്ട് ചെയ്ത പടമാണ്. മണിരത്നം, പിന്നെ കമലഹാസൻ അഭിനയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കമലഹാസൻ അഭിനയിക്കുന്നു. രണ്ടാമത് ഏറ്റവും നല്ല സംഗീതത്തിൽ നമ്മുടെ റഹ്മാനിലെ പാടും. പിന്നെ ഏറ്റവും കലാരസികനായ നമ്മുടെ ചിമ്പു, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിമ്പു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ചിലപ്പോൾ പെട്ടെന്ന് വരാം. പക്ഷേ പക്ഷെ അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതോ സാഹചര്യം കൊണ്ട് അവസാന മോമെന്റ് അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റിയില്ല. തീർച്ചയായും അതുവരെ നമുക്ക് ഇവിടെ വരുത്തിക്കണം. അതിന് ഞാൻ ശ്രമിക്കുന്നതായിരുന്നു. A big mass, big